അതേ ഗൈസ് 99 മോഡൽ സിറ്റിന്റെ ഡോർ ലോക്ക് കംപ്ലൈന്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യണല്ലേ? ഹോണ്ട സിറ്റി റീസ്റ്റോറേഷൻ പാർട്ട് 2 നമ്മൾ സിറ്റിന്റെ സ്പെയർ എടുക്കാൻ വന്നിരിക്കുന്നത് അരിക്കോ റോഡുമേ ചെങ്ങാറ പെട്രോളും പറഞ്ഞ ഷോപ്പിൽ. ഈ കാണുന്ന ഈ ബ്ലൂ സിറ്റി ഒരു മുമ്പെല്ലാം കണ്ടിക്കണു. അതേ ഗൈസ് ഈ വണ്ടിയാണത്. ഇതൊരു പ്രൊമോഷൻ ആയിട്ട് കാണരുത്. 5 പൈസ തന്നിട്ടില്ല, പക്ഷെ 60% സ്പെയർ ഇവര് കളക്ട് ചെയ്ത്. ഷോപ്പിലെത്തിയപ്പോ നമ്മുടെ പോസ്റ്റ് ഇവിടെ അല്ല. അപ്പൊ വിളിച്ചപ്പോ ഒരു 15 മിനിറ്റോട്ട് വരാന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂർ പോസ്റ്റ് ആക്കിയിട്ട് ഫൈനലി നമ്മളെ ബോസ് എത്തിയിട്ടുണ്ട്. അപ്പോ ഏകദേശം സ്പെയർ ഇവിടെ ലഭ്യമാണ് കേട്ടോ. നമുക്ക് ഏകദേശം റയർ ആയിട്ടുള്ള സ്പെയർ കിട്ടും, കുറച്ച് ടൈം എടുക്കും. നമുക്ക് വേണ്ട കുറച്ച് സ്പെയർ ആള് ചോദിച്ചപ്പോ ഇവിടെ സ്റ്റോക്ക് ഇല്ല, അപ്പൊ നമുക്ക് എത്തിച്ചേരാന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഡോർ ലോക്ക് മാത്രം എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈം പരിചയമാണ്. അപ്പൊ ബോസിന് നമ്മൾ വണ്ടി ഒന്ന് കാണുന്നു പറഞ്ഞു. അപ്പൊ വണ്ടി കണ്ടപ്പോ ബോസിനോട് കാര്യങ്ങൾ സംസാരിച്ചപ്പോ ബോസ് പറഞ്ഞു വണ്ടി നല്ല വണ്ടിയാണ്. ബോസ് പറഞ്ഞത് തന്നെയാണ് സ്പെയർ കളക്ട് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും, അല്ലാത്ത വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയുന്നതാണ്, ഇങ്ങനത്തെ വണ്ടികൾ എടുക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെയർ കളക്ട് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും, പക്ഷെ സാധനം കിട്ടും, കുറച്ച് ടൈം വൈകുന്നു. ബോസിനോട് നമ്മൾ ബാക്കിയുള്ള സ്പെയർ കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ ബയറിന്റെ ഇറങ്ങി. നമ്മുടെ ഡിക്കിയിലുണ്ടല്ലേ സാമ്പ്രാന്റെ 2 സീറ്റ് അവർ അടിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഇനി മഞ്ചേരിയിലും ഷോപ്പ് കിട്ടും നോക്കാം. ഡോർ ലോക്ക് കംപ്ലൈന്റ് ചെയ്യണം നമുക്ക് ഭയങ്കര എത്തിയിട്ടാണ്. ഒരാളിങ്ങനെ ഉള്ളൊന്നും തുറന്നു തരാം, അത് രക്ഷയില്ല. ഫൈനലി നമുക്ക് സീറ്റ് അവർ ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഷോപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഷോപ്പിൽ കൊടുക്കാം. ഷോപ്പിലെത്തിയപ്പോൾ എല്ലായിടത്തും മാതിരി തന്നെ തിരക്കാണ്. നമ്മൾ എവിടെ പോയാലും അങ്ങനെ തന്നെയാണ്. ഏകദേശം ഒരു അരമണിക്കൂർ പോസ്റ്റ് ആകും, പിന്നെ വണ്ടിന്റെ ഫീൽഡ് ആകും, പിന്നെ ഇങ്ങനെ തന്നെ ഉണ്ടോ. ഏത് വർക്ക്ഷോപ്പിലായാലും എന്ത് മേഖലയിൽ പോയാലും നല്ല പോസ്റ്റ് കിട്ടും. നമ്മൾ ക്ഷമിച്ച് നമ്മളെ വണ്ടിന്റെ വർക്കുകൾ തീർക്കാൻ ശ്രമിക്കുക. ഫൈനലി നമ്മൾ ഒരു സീറ്റ് അവർ ഫുൾ അടിച്ച് കഴിഞ്ഞിട്ടോ. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. അപ്പൊ നമുക്ക് രണ്ടാമത്തോട്ട് അടിച്ചു കാണാൻ നമുക്ക് ഇവിടെ ഇറങ്ങാം. പിന്നെ ബ്ലോഗറാണല്ലോ, എനിക്കൊരു പണി എടുക്കുന്നു വേണ്ട, എല്ലാ കാര്യങ്ങളും പിന്നെ അനുസരിച്ച് ചെയ്തു. അപ്പോൾ ഭയങ്കര ക്ഷീണുണ്ട് കേട്ടോ. നമ്മൾ ആകെ ടയർഡ് ആയിട്ടുണ്ട്. അപ്പൊ അനുസരിച്ച് പറഞ്ഞു നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും വെള്ളം കുടിച്ചിട്ട് നമുക്ക് നാട്ടിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി. കുറച്ച് മുന്നിൽ പോയപ്പോൾ അനുസരിച്ച് വണ്ടി നിർത്തുകയായിരുന്നു. അപ്പൊ ഞാൻ എന്തോ വെച്ച് പറഞ്ഞു അവിടെ ഒരു പൊളി മാർക്കറ്റ് ഉണ്ട്. അതൊക്കെ അവന്റെ കണ്ണിലുള്ള കാണി. അത്ര സ്പീഡ് പോയിട്ട് എടുക്കുന്നത് കണ്ടു. പിന്നെ നമുക്ക് നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് യൂസർ ബൈക്കിന്റെ കുറച്ച് സെയിലിംഗ് ഉണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് സ്പെയറുകൾ നല്ല നല്ല സ്പെയറുകൾ കളക്ട് ചെയ്ത് വെക്കാറുണ്ട്. ഞങ്ങളവിടെ കുറെ തപ്പിട്ട് ഞങ്ങൾക്ക് വേണ്ട ഒരു സാധനം കിട്ടിയില്ല. അതിൽ ലാസ്റ്റ് ഞങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങാറുണ്ട്. ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി. കുറച്ച് ഫ്രണ്ട് പോയപ്പോൾ ഒരു ഷോപ്പ് ഉണ്ട്. അപ്പൊ ഇവിടുന്ന് എന്തെങ്കിലും കുടിക്കാറുണ്ട്. അപ്പൊ ഇവിടെ കയറിയപ്പോൾ ഒരുപാട് ഐറ്റംസ്. ഇതിൽ എന്താ ചൂസ് ചെയ്ത ഐഡിയ ഇല്ല. ഫൈനലി നമ്മൾ ഇത് എടുത്തിട്ടോ. നമ്മൾ ഷോപ്പിൽ നിന്ന് ഇത് എടുത്ത് കണ്ട് നമ്മൾ ഇറങ്ങി. പുറത്ത് ഭയങ്കര ചൂട്. അപ്പൊ ഇനി വണ്ടിയിലെത്തിയിട്ട് കുടിക്കാറുണ്ട്. കുടിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. സാധാരണ അങ്ങനത്തെ ഡ്രിങ്കുകളൊക്കെ എസൻസ് ആണല്ലോ, പക്ഷെ അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഏതെങ്കിലും കമ്പനിക്ക് ഒരു പ്രൊമോഷൻ കിട്ടിയില്ല. ഞങ്ങൾ നേരെ ഫ്രണ്ടിൽ നോക്കിയപ്പോൾ ഒരു ഹോണ്ട സിറ്റി എടുക്കണം. ഇത് രാവിലെ കണ്ട വണ്ടിയല്ല, ഇത് വേറെ വണ്ടിയാണ്. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ചൊരു പോകുന്ന പൻസിന് ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു അത് ഓല് എടുത്ത വണ്ടിയാണ്. ഞങ്ങളെ കണ്ടു. പാണ്ടിക്കാട് എത്തി. നമ്മള് ഷവർമ കഴിച്ചത്. അൻസ് ഒരു പ്ലേറ്റ് ഷവർമ, ഞാൻ റൊമാൻ ഷവർമ കഴിക്കണത്. ഷവർമ പേരും ടേസ്റ്റ്. അൻസിന് നല്ല പറ്റി, എനിക്ക് നല്ല പറ്റി. കഴിച്ചിട്ട് കണ്ണാണല്ലോ. അപ്പൊ എന്ത് കിട്ടിയാലും നമ്മളെ നാഗിന് ഭയങ്കര രുചിയായ ഫുഡ് കഴിച്ച് നമ്മൾ ബോണറ്റ് തുറന്നപ്പോൾ പവർ സ്റ്റാറിങ്ങിന്റെ ഓയിൽ കുറവുണ്ട്. അപ്പൊ അത് ഒഴിച്ച് കണ്ട് നമുക്ക് നേരെ വീട്ടിൽ പോകും. അപ്പോൾ വീട്ടിലെത്തി കണ്ട് ഡോർ ലോക്കും കാര്യങ്ങളും മാറ്റി. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.